ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് പരിപാടികളൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിച്ചിരുന്നു. അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പം ആ മേടിച്ച കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ ഇതൊരു ഹൈലൈറ്റർ കം സ്കെച്ചാണ്. അപ്പം നമുക്ക് ഒരു സൈഡ് ഹൈലൈറ്റർ ആയിട്ടും ഒരു സൈഡ് നമുക്ക് സ്കെച്ചായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സെറ്റാണിത്, മാർക്കർ സെറ്റാണിത്. അതിനുശേഷം ഞാൻ മേടിച്ചത് നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ ഡ്രോ ചെയ്യാനും അല്ലെങ്കിൽ പെയിന്റ് ഈ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ നമുക്കുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പെൻസിലാണ്. അപ്പോൾ ഇതിനെ നിബ് ഇങ്ങനെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാം. അപ്പം ഇതെനിക്ക് വേണ്ടിയല്ല, ഞാൻ ഡ്രോയിങ് ചെയ്തില്ല, എൻ്റെ മോനും ഹസ്ബൻഡും നന്നായിട്ട് ചെയ്യും, അവർക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 3 ലിഡിൻ്റെ കവറുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് ലിഡ്സും ഉണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മളൊരു പോട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഫ്ലവർ പോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ നമുക്ക് പെൻ ഹോൾഡറായിട്ടൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഇത് വെച്ച് ഓൾറെഡി ഒരു ഫ്ലവർ പോട്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഫ്ലവർ പോട്ട് വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് പൈപ്പ് ക്ലീനേഴ്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്, കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക. അടുത്ത് നമ്മുടെ ഒരു ഗ്ലാസ് ജാറാണ്. ഇത് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാന്ന് വെച്ചാൽ ക്യാൻഡിൽ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ടെറേറിയം ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഇനിയുള്ളതൊരു വേസ്റ്റ് ബിന്നാണ്. ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഒരു വേസ്റ്റ് ബിൻ. അപ്പോൾ ചെറിയതാണിത്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ടേബിളിൽ തന്നെ വെക്കാം. അപ്പോൾ വരുന്ന വേസ്റ്റ് ഒക്കെ നമുക്ക് അതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിനുവേണ്ടി മേടിച്ചൊരു ക്യൂട്ടായിട്ടുള്ള വേസ്റ്റ് ബിന്നാണിത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ പാർട്ട് 1 ആണ്. അടുത്തതായിട്ട് ഞാൻ പാർട്ട് 2 നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.